പ്രിയമുള്ളവരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂരിലെ ബൈപ്പാസിൽ സമീപമുള്ള തടത്തിൽ മണക്കാല റൂട്ട്, അതായത് മൂന്നാളത്തേക്ക് പോകുന്ന വഴിക്ക് തൊട്ട് സൈഡിലായിട്ടാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള ആമിഴഞ്ചാൻ റോഡിൽ ജോയി എന്ന ഒരു മനുഷ്യൻ ദാരുണമായി മരിക്കാനിടയായ സാഹചര്യം, അത് സർക്കാർ സംവിധാനങ്ങളുടെയും മാലിന്യ സംസ്കരണത്തിൻ്റെയൊക്കെ വീഴ്ചയാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. മാലിന്യം കൃത്യമായി സംസ്കരിക്കാത്തതിൻ്റെ കാരണമാണ് ഈ മഴക്കാലത്ത് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. കാരണം വർഷങ്ങളായി ആമിഴഞ്ചാൻ തോടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒഴുക്കിൽപ്പെട്ട് ആ മാലിന്യത്തിൽ തള്ളി വീഴുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അടൂരിൻ്റെ ബൈപ്പാസിൻ്റെ ഭാഗവും രൂപീകരിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് വയൽ നികത്തിയാണ്. അതായത് നമ്മുടെ വയലേലകളും കണ്ടങ്ങളും ഒക്കെ നികത്തിയാണ് ഭൂരിഭാഗം നിർമ്മാണ പ്രവർത്തനവും റോഡുകളും ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ തൊട്ട് ഫ്രണ്ടിലായി കാണുന്ന ഈ കൈത്തോട്, ഇതിൻ്റെ ഉത്ഭവ സ്ഥാനമൊക്കെ ഞങ്ങൾ കുറേ നേരം നടന്ന് പരിശോധിച്ചപ്പോൾ ഏകദേശം 3 മീറ്ററോളം ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കൈത്തോടായി ചുരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിരവധിയായ തവണ ഈ ബൈപ്പാസിൻ്റെ തൊട്ട് സമീപമുള്ള ഈ സ്ഥലത്ത് വരുമ്പോഴും ഏകദേശം 1 വർഷം മുമ്പ് വന്നപ്പോഴും ഈ തോടിൻ്റെ ഈ സൈഡിലായി നിരവധിയായ കുപ്പികളും മാലിന്യങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്ഥലം മുഴുവൻ കണ്ടമായിരുന്നു. ഈ കണ്ടമൊക്കെ നികത്തിയാണ് ഈ റോഡും ഈ ബൈപ്പാസിൽ കാണുന്ന കെട്ടിടങ്ങളും മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൃത്യമായ രീതിയിൽ പാസ് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത് കാരണം മഴക്കാലത്ത് ഈ അടൂർ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഈ ബൈപ്പാസിലടക്കം വെള്ളക്കെട്ടുകൾ രൂപപ്പെടാറുണ്ട്. ഇപ്പോൾ ഈ വലിയ മഴ വരുമ്പോൾ ഈ സൈഡ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. അത് കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ തോടിൻ്റെ വീതിയാണ്. ഇതിൻ്റെ പ്രഭവസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ 3 മീറ്ററോളം വീതിയുള്ള തോടാണെങ്കിൽ ഇത് പല ആളുകളും ഇന്ന് ഈ തോട് കയ്യേറിക്കൊണ്ട് ഈ തോടിൻ്റെ വീതി ചുരുങ്ങിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് വന്നിവിടെ അടിഞ്ഞുകൂടുകയാണ്. കലങ്കിൽ കൂടി കൃത്യമായ രീതിയിൽ ഈ വെള്ളം പോകാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അടൂർ നഗരസഭയുടെ തൊട്ടടുത്ത പ്രദേശമാണ് ഈ ബൈപ്പാസിൽ ഈ മണക്കാലയിലേക്ക് പോകുന്ന റോഡ്. പക്ഷേ ഇത്രയും 1 കൊല്ലത്തോളം, ഞാൻ പറഞ്ഞു 1 കൊല്ലം കാലത്തോളമായി ഈ പ്രദേശം ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത കാരണം ഒരു ചെറിയ മഴ പെയ്താൽ പോലും അടൂരിൻ്റെ ബൈപ്പാസിലെ മിക്ക സ്ഥലങ്ങളും വെള്ളക്കെട്ടാൽ നിറയുന്ന ഒരു സംഭവമുണ്ട്. ഈ വിഷയത്തിൽ അടൂർ നഗരസഭയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും കൃത്യമായി പരിശോധന നടത്തി ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം ദുർഗന്ധമാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. വലിയ മാലിന്യങ്ങൾ അങ്ങ് മണക്കാലയിൽ നിന്നും മൂന്നാളത്തു നിന്നും വരുന്നുള്ള മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ഈ നഗര കേന്ദ്രീകൃതമായ മാലിന്യങ്ങളുമൊക്കെ ഈ പ്രദേശത്ത് വന്ന് അഴിഞ്ഞുകൂടുന്നൊരവസ്ഥയുണ്ട്. ഓടയിലൂടെ കൃത്യമായ രീതിയിൽ, ഒന്നാമതേ ഓടയ്ക്ക് വീതിയില്ല, അതോടൊപ്പം തന്നെ കൈത്തോട് ചെറിയ കൈത്തോടാണ്. ബാക്കി സ്ഥലങ്ങൾ ആളുകൾ കയ്യേറി ഒരവസ്ഥയുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ട നഗരസഭയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് സുരക്ഷ നൽകേണ്ടത് ആരോഗ്യ വകുപ്പാണ്. മലയാളികൾ പൊതുവെ വ്യക്തി ശുചിത്വവും വീടുമൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കും. പക്ഷേ സാമൂഹിക ശുചിത്വം പാലിക്കുന്നതിൽ മലയാളി പിറകിലാണ് എന്നുള്ളത് വളരെയധികം പോരായ്മയാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നഗരസഭയ്ക്കൊപ്പം സഹകരിച്ചുകൊണ്ട് അടൂർ നിവാസികളും വ്യാപാരികളുമൊക്കെ ഈ മാലിന്യ വിഷയത്തിൽ ഒരു പരിഹാരം കാണണം. ഈ പ്രദേശത്ത് മാത്രമല്ല, തൊട്ടടുത്ത യമുനാ ബാറിൻ്റെ സൈഡിലായി നിരവധിയായ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ തോടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ കാരണം അടുത്തിടെയുണ്ടായ ആമിഴഞ്ചാൻ തോടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ്. അവിടെയും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൂടിക്കിടന്നതുകൊണ്ടാണ് അവിടെ നീരൊഴുക്ക് കൃത്യമായി പോകാൻ പറ്റത്. ഇവിടെ തോടിൻ്റെ വീതി വളരെ കുറവാണ്. അപ്പോൾ ഈ മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്ത് ഈ അടൂർ നഗരത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ നിന്ന് മുക്തമാക്കുന്നതിനാവശ്യമായ നടപടികൾ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ അടൂർ ബൈപ്പാസിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.